വിദ്യാഭ്യാസ സംവിധാനത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? സംസ്ഥാന സർവകലാശാലകൾ അഥവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി രൂപീകരിക്കുന്ന ഇത്തരം യൂണിവേഴ്സിറ്റീസിനാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സംസ്ഥാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായും ആ സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലായിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലറായി ഗവർണറെ ആയിരിക്കും നിയമിക്കുന്നത്. കൂടാതെ വൈസ് ചാൻസലറെ സർക്കാരാണ് നിയമിക്കുന്നത്. മുഖ്യമായി സംസ്ഥാന സർക്കാരിൽ നിന്നാണ് ഈ യൂണിവേഴ്സിറ്റീസിനുള്ള ഫണ്ടിങ് നടക്കുന്നത്. ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ സെൻട്രൽ ഗവൺമെന്റ് വഴിയും UGC വഴിയും ഫണ്ട് ലഭിക്കാറുണ്ട്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള കോഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അധ്യാപകരുടെയും ഗവേഷണത്തിന്റെയും നിലവാരം സംസ്ഥാന സർക്കാർ നയം അനുസരിച്ചായിരിക്കും. ഓട്ടോണോമസ് കോളേജ്, അഫിലിയേറ്റഡ് കോളേജ് എന്നിവയുടെ പ്രധാന ചുമതലകളും ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലാണുള്ളത്. ഓട്ടോണോമസ് കോളേജുകൾ, അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവയുടെ മേൽനോട്ട ചുമതലകളും ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് ഉണ്ടായിരിക്കുക. കൂടാതെ കേരളത്തിലെ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനുള്ള എക്സാമ്പിളാണ് കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് അണ്ണാമല യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നല്ല ഡിഫറെന്റ് ആണ്. പാർലമെന്റിലൂടെ നിയമം പാസാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ആയിരിക്കും കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമായിരിക്കും അധികാര ചുമതല. രാഷ്ട്രപതി ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ ആയിരിക്കുക. അതുപോലെ തന്നെ വൈസ് ചാൻസലറെ രാഷ്ട്രപതിയായിരിക്കും നിയമിക്കുക. പ്രധാനമായും കേന്ദ്ര ബജറ്റിൽ നിന്നായിരിക്കും ഫണ്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ UGC വഴിയും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനുള്ള ഫണ്ടിങ് ഉണ്ടായിരിക്കും. കൂടാതെ സ്വന്തമായ ഗവേഷണ ഫണ്ടുകളും അന്താരാഷ്ട്ര സഹായങ്ങളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ലഭിക്കുന്നതാണ്. പഠന ഗവേഷണ നിലവാരം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുക, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരവും ആധുനിക ഗവേഷണ സൗകര്യങ്ങളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉറപ്പുവരുത്തുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനുള്ള എക്സാമ്പിൾ. കൂടാതെ കേരളത്തിലും കാസർഗോഡ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിലേക്ക് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനും വേണ്ടി ഈ രണ്ട് യൂണിവേഴ്സിറ്റീസും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.